വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിംഗ് ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുകയാണല്ലോ. രാവിലെ 11 മണിക്ക് തുറമുഖത്താണ് ഉദ്ഘാടന ചടങ്ങ്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തി രാജ്ഭവനിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 9:50 പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം തുറമുഖത്തിറങ്ങും. പ്രധാനമന്ത്രി അടക്കം 17 പേർക്കാണ് വേദിയിൽ ഇരിപ്പിടം. വി ഡി സതീശനും രാജീവ് ചന്ദ്രശേഖരനും വേദിയിൽ ഇരിപ്പിടമുണ്ട്. പ്രശാന്ത് കൃഷ്ണ, ആർ അനന്തകൃഷ്ണൻ, ഒപ്പം അമൽ തേനമ്പർ ഇവരെല്ലാം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഏറ്റവും ആദ്യം പ്രശാന്ത് കൃഷ്ണയിലേക്ക്. പ്രശാന്ത്, ഉദ്ഘാടനത്തിന് ഇനി അല്പസമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ്? മോത്തി, ഇനി 1.5 മണിക്കൂർ 10:30-ക്കാണ് കേരളം കാത്തിരിക്കുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ്. അപ്പോൾ അതിനുവേണ്ടി വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടവരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. കസേരകൾ നിറയുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ 9:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ നിന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലുള്ള ഹെലികോപ്റ്റർ കയറി ഇവിടേക്ക് എത്തുന്നതിനായി തിരിക്കുമ്പോൾ അത്തരത്തിലുള്ള സുരക്ഷാ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ മുതിർന്ന നേതാക്കൾ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. മുരളീധരനോട് ചോദിക്കാം, കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വികസന പദ്ധതിയാണ്. ഈ വികസനത്തിന് രാഷ്ട്രീയമുണ്ടോ? കാരണം ബഹിഷ്കരണമുണ്ട്, ക്രെഡിറ്റിന് വേണ്ടിയുള്ള അവകാശവാദങ്ങളുണ്ട്. എങ്ങനെ കാണുന്നു? എല്ലാ സർക്കാരുകളും അവരവരുടെ ഭരണകാലത്ത് പല പദ്ധതികളും അതത് നാട്ടിൽ നടപ്പിലാക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർക്കൊക്കെ വേണമെങ്കിൽ പറയാം, ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ഒരാൾ ക്രെഡിറ്റ് എടുക്കുകയോ ഒരാളുടെ പങ്കില്ല എന്ന് പറയുകയോ ഒന്നും എനിക്ക് അതിനോട് യോജിക്കുന്നില്ല. കേരളത്തിൽ അന്ന് ഈ പദ്ധതി വരുമ്പം വലിയ തോതിൽ എതിർപ്പുയർത്തിയ ആളുകളാണ് CPM. അവരറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും അത്തരത്തിൽ ഇതുപോലെയുള്ള പദ്ധതികൾ നാടിനാവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതിലും അംഗീകരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. CPMൻ്റെ നയങ്ങളിൽ നിന്ന്, അവരുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് മാറി അദാനിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു പദ്ധതി പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നരേന്ദ്രമോദി അദാനിയുടെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അദാനിയെ ശക്തമായിട്ട് വിമർശിക്കുന്ന ആളുകൾ അദാനിയുടെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് വികസനത്തിന് പുറംതിരിഞ്ഞ് നിൽക്കാൻ ഒരു പ്രത്യയശാസ്ത്രത്തിനും സാധ്യമല്ല എന്നുള്ളതിൻ്റെ തെളിവ്. അതുകൊണ്ട് CPMൻ്റെ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ അത് വലിച്ചെറിഞ്ഞ് കാലത്തിനനുസരിച്ച് മാറാൻ CPM തയ്യാറായി എന്നുള്ളതാണ് വിഴിഞ്ഞം പദ്ധതി നൽകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം. ഈ പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് സർക്കാർ മറച്ചു വയ്ക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് പൊതുവെ. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണോ? എങ്ങനെ കാണുന്നു ഉമ്മൻചാണ്ടിയുടെ? അല്ലെ, ഉമ്മൻചാണ്ടി അന്ന് ഇത് ഒപ്പിട്ട ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നതാണ്. ഞാനന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്രീ ഗൗതം അദാനി BJP ഓഫീസിൽ വന്ന് എന്നെയും കണ്ടിരുന്നു. അദ്ദേഹം ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നു. ഞാനിവിടെ ആ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരാൾ തന്നെയാണ്. അത് നമ്മൾ നിഷേധിക്കുന്നതിൽ കാര്യമില്ല. അന്ന് എതിർത്ത ആളുകൾ ഇപ്പോൾ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം. കോൺഗ്രസ് ഇപ്പോൾ ഇതിൽ ബഹിഷ്കരിച്ച് നിൽക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. രാജ്യത്തിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ, നാടിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ എല്ലാവരും രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണം, പുരോഗതിയോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും BJP നേതാവ് നയം വിശദീകരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഈ പദ്ധതിയിൽ നിഷേധിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വി മുരളീധരൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ നേതാക്കൾ, ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ക്ഷണിക്കപ്പെട്ട പ്രധാന അതിഥികളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ഇരിപ്പിടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവർ, അങ്ങനെ പ്രമുഖർ, ക്ഷണിക്കപ്പെട്ടവരൊക്കെ അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.